ഹായ് ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ മാത്രമല്ല, ദേവൾ ഡേ. അതിനു മുമ്പ് ഞാനൊരു കഥ പറഞ്ഞിട്ടെ. കഥ നടക്കുന്നത് ഏകദേശം 11-12 വർഷങ്ങൾക്ക് ബാക്കിലാണ്. അതെ, ഞാനും ദേവളും 8ാം ക്ലാസ് അല്ലെങ്കിൽ 9ാം ക്ലാസ് പഠിക്കുന്ന കാലം. അന്നൊരു സ്പോർട്സ് ഡേ ആയിരുന്നു. ഷോർട്ട് പുട്ടിന് എങ്ങനെയോ പ്രൈസ് മേടിച്ചിരിക്കുന്ന എന്നോട് ഡിസ്കും കൂടി എറിഞ്ഞു നോക്കുന്നേ എന്ന ആരുടെയോ പ്രോത്സാഹനത്തിന്റെ ഫലമായിട്ട് ഞാൻ ഡിസ്ക് എറിയാൻ പോയ കഥ. അതെ, കണ്ണും പൂട്ടി എറിഞ്ഞു എന്ന് ആരോ പറഞ്ഞതും കേട്ട് കണ്ണും പൂട്ടി ഞാൻ ഡിസ്ക് എറിയാൻ പോയ കഥ. ഡിസ്കൊക്കെ എറിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ള കാണികളൊന്നും ഞാൻ കണ്ടില്ല. പകരം എൻ്റെ ബാക്കിൽ ചെറിയൊരു ആൾക്കൂട്ടം ഞാൻ ശ്രദ്ധിച്ചു. അയ്യോ, ഒന്ന് മാറി നിൽക്കണേ, ആ കിടക്കണത് എൻ്റെ അമ്മാവനാണ് എന്ന മട്ടിൽ ഞാൻ അതിനോട്ട് നുഴഞ്ഞു കയറി അതിൻ്റെ ഉള്ളിലെത്തി. അപ്പോൾ ഒരു കുട്ടി മുട്ടിൽ കൈയും വെച്ച് കരയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ആ മുട്ടിന്റെ തൊട്ട് സൈഡിലായിട്ട് ഞാൻ അറിഞ്ഞ ഡിസ്ക് കിടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഓർമ്മ വന്നപ്പോഴാണ് ആ കുട്ടിയുടെ പേര് ശ്രീലക്ഷ്മി എന്നാണെന്നും 2-3 ദിവസം കഴിഞ്ഞ് നടക്കുന്ന ആർട്സ് ഡേയിൽ ഡാൻസ് പ്രോഗ്രാമിൻ്റെയൊക്കെ മെയിൻ കോർഡിനേറ്ററാണ് ആ കുട്ടിയെന്നും ആ കുട്ടിയുടെ കാലിലോട്ടാണ് കണ്ണും പൂട്ടി ഞാൻ ഡിസ്ക് എറിഞ്ഞതെന്നും മനസ്സിലായി. എൻ്റെ ഭാഗ്യം കൊണ്ടാണോ ഇവളുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, നിസ്സാരമായ പരിക്കുകളോടെ ഇവള് രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഡിസ്ക് എറിഞ്ഞുണ്ടായ ബന്ധമാണ് നമ്മൾ തമ്മിൽ. അപ്പൊ ഈ ചെറുപ്പം മുതലേ കാണുന്ന ഒരാളെ ഒരു ബ്രൈഡായിട്ട് കാണാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ? അപ്പൊ നമ്മളിലൂടെയാണ് അവൾ ആദ്യമായിട്ട് ബ്രൈഡായിട്ട് ഒരുങ്ങുന്നതെങ്കിൽ അത് അതിലും വലിയ സ്പെഷ്യൽ ആയിരിക്കില്ലേ? അതാ പറഞ്ഞത്, എനിക്ക് ഇവക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ ശ്രീയെ, എനിക്ക് പറയാനുള്ളത് നിന്നോടാ. ഡിസ്ക് എറിഞ്ഞ് കാല് പോയാലെന്താ? എന്നെ പോലെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടില്ല നിനക്ക്.